ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ഷേബ അന്ന പോൾ, സെൻറ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ചർച്ച് ആലുവയിലെ സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിൻ്റെ 249 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 130. സങ്കീർത്തനക്കാരൻ ആഴങ്ങളിൽ നിന്ന് കർത്താവിനോട് നിലവിളിക്കുന്നു. ഒരു പ്രതീകാത്മക സ്ഥാനം ദുരിതത്തിൻ്റെയോ നിരാശയുടെയോ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. തൻ്റെ ശബ്ദം കേൾക്കാനും തൻ്റെ യാചനകൾ ശ്രദ്ധിക്കാനും അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇവിടെ ദൈവം അകൃത്യങ്ങളെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ദൈവം മുമ്പാകെ നിൽക്കുക അസാധ്യമാണെന്ന് സങ്കീർത്തനക്കാരൻ സമ്മതിക്കുന്നു. എങ്കിലും ഊന്നൽ ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറുന്നു. അവനോടൊപ്പം ക്ഷമയുണ്ടെന്ന് എടുത്തു കാണിക്കുന്നു, ഭക്തി ഉയർത്തുന്നു. സങ്കീർത്തനക്കാരൻ ദൈവവചനത്തിലുള്ള തൻ്റെ പ്രത്യാശ പ്രഖ്യാപിക്കുകയും കർത്താവിനായി കാത്തിരിക്കുന്ന തൻ്റെ ക്ഷമയെ പ്രഭാതത്തിനായി കാത്തിരിക്കുന്ന ഒരു രാത്രി കാവൽക്കാരൻ്റെ ഉജ്ജ്വലമായ ചിത്രത്തിലൂടെ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഇത് ആഴത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയും കാണിക്കുന്നു. അവസാനമായി സങ്കീർത്തനക്കാരൻ ഇസ്രായേലിനോട് കർത്താവിൽ പ്രത്യാശ വയ്ക്കാൻ ആഹ്വാനം ചെയ്യുന്നു. കാരണം അവനിൽ അചഞ്ചലമായ സ്നേഹവും സമൃദ്ധമായ വീണ്ടെടുപ്പുമുണ്ട്. ദൈവം ഇസ്രായേലിനെ അതിൻ്റെ എല്ലാ അകൃത്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കുമെന്ന തൻ്റെ വിശ്വാസത്തെ അവൻ ഉറപ്പിക്കുന്നു. ഇത് കാത്തിരിപ്പിന് അവസാനവും വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണവും സൂചിപ്പിക്കുന്നു. ആരോഹണങ്ങളുടെ ശേഖരത്തിൻ്റെ ഭാഗമായ സങ്കീർത്തനം 130 ദൈവത്തിൻ്റെ കരുണയ്ക്കായി ആഴമായ നിരാശയും വാഞ്ഛയും അനുഭവിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്നുള്ള അഗാധമായ നിലവിളിയാണ്. സങ്കീർത്തനക്കാരൻ തൻ്റെ കഷ്ടതയുടെ ആഴങ്ങളിൽ നിന്ന് തൻ്റെ പാപവും കുറ്റബോധവും അംഗീകരിക്കുന്നു. എന്നിട്ടും പ്രത്യാശ മുറുകെ പിടിക്കുകയും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് സ്നേഹത്തിലും ക്ഷമയിലും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ സങ്കീർത്തനം സ്വന്തം പാപത്തിൻ്റെ ഭാരവും ദൈവിക കാരുണ്യത്തിനായുള്ള വാഞ്ഛയും അനുഭവിക്കുന്ന എല്ലാവരിലും പ്രതിധ്വനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾ എല്ലാം ക്ഷമിച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ആമേൻ.